സാധാരണ ഞാൻ 10 മണി രാത്രിക്കൊക്കെ പ്ലേറ്റ് അടിച്ചിട്ട് ഇവിടുന്ന് പോകല്. പക്ഷെ അന്ന് ഞാൻ 7 മണി 6:30 ആയപ്പോൾ ഞാൻ പോയി. തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കണ്ടത്. വീട് മൊത്തത്തിൽ കത്തി നശിച്ചു. അപ്പോൾ അതിന് ഒത്തിരി പൈസ ചിലവാണ്. പാളയ്ക്കാണെങ്കിലും ഒരു 6 ലക്ഷം രൂപയുടെ വരുമാനമുള്ള സംവിധാനമായിരുന്നു, അതും പോയി. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ കാസർഗോഡ് വന്നത്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ ഗോക്കടവ് ബിജി എന്ന് പറയുന്ന ഈ യുവതിക്കുണ്ടായ ഒരു ദുരന്ത വാർത്ത. ആ വാർത്ത 4 ആൾ അറിയണം. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. ഈ കത്തിക്കരിഞ്ഞിരിക്കുന്ന വീട്ടിനുള്ളിൽ നിന്നും ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊരു വാർത്ത ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ വല്ലാത്ത വിഷമമുണ്ടായി എനിക്ക്. ഒരു യുവതി നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിലിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു, ചിലത് പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടുന്നു. ഒന്ന് കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള തത്രപ്പാടിനിടയിലാണ് ബിജിക്ക് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു യൂണിറ്റ് ബിജി തുടങ്ങിയത്. പാള കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റായിരുന്നു. ഒരു ചെറിയ കട. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗോക്കടവ് കഴിഞ്ഞ് ഒരു ഉദയ സ്പോർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴാണ് ഒരു ചെറിയ ഓടിട്ട ഒരു കട കണ്ടത്. ആ കടയിൽ അത്യാവശ്യം പലചരക്ക് സാധനങ്ങളും ചായയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കട. അതായിരുന്നു ഉപജീവന മാർഗം. അതിനോടൊപ്പമാണ് എന്തായാലും കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പാക്കാമെന്ന് കരുതി ഗ്രാമീൺ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് ഒരു യൂണിറ്റ് തുടങ്ങിയത്. പാളകൾ കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ വേണ്ടി ശരിയായി വന്നപ്പോഴാണ് 50,000-ഓളം പാള സ്റ്റോക്ക് ചെയ്തിരുന്ന ഈ വീട്ടിന് ആരോ തീയിട്ടത്. ആരാണെന്ന് ബിജിക്ക് അറിയില്ല. എന്തായാലും ചിറ്റാരിക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആ പ്രതികളെ ഈ നിയമത്തിന് മുന്നിൽ അവർ കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇത് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. കൊടും ക്രൂരതയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് മഴയാണ്. മഴക്കാലത്ത് പാള കിട്ടില്ല. ഈ വേനൽക്കാലത്ത് അവിടുന്നും ഇവിടുന്നും ഒക്കെ സ്വരുക്കൂട്ടിയ പണം കൊണ്ട് ഏതാണ്ട് 50,000-ഓളം പാള ഈ ഹാളിൽ സ്റ്റോക്ക് ചെയ്തു. വരുന്ന ആളുകളിൽ പ്ലേറ്റുകളായിട്ട് വരേണ്ട പാളകളാണതൊക്കെ. അതാണ് ഒരു രാത്രിയിൽ പൂർണ്ണമായും അഗ്നിക്കിരയാക്കിയത്. വെള്ളം കോരിക്കൊണ്ടിരിക്കുമായിരുന്നു. അതവിടെ വെച്ചേച്ച് ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോൾ മൊത്തം കത്തി നശിച്ച അവസ്ഥയിലാണ്. ഞാൻ പിന്നെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചിറ്റാരിക്കാൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും വഴി കാര്യങ്ങൾ നടക്കണം. 1 വർഷത്തേക്കുള്ള പാളയാണിത്. അത് മുഴുവൻ പോയി. ഇനിയിപ്പം വെയിലായാൽ അടുത്ത പാള കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണുള്ളത്. ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തു തീർത്തത്. അവർ കരയുകയാണ്. ബിജി കരയുകയാണ്. ശ്രീനിയേട്ടാ, ഇനി രക്ഷയില്ല, ഇനി എന്ത് ചെയ്യും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ബാങ്കിലെ ലോൺ അടക്കണം, ഒന്നും കഴിയില്ല. എനിക്ക് ആ കട, ഇപ്പോൾ ഉള്ള കട തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മാനസിക അവസ്ഥയിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ആ യുവതി ഇവിടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പുറത്തേക്ക് ഒഴുകുകയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കും അവരെ? നമ്മൾ മലയാളികളാണ്. എന്തിനാണ് നിങ്ങൾ ഈ കൊടും ക്രൂരത ചെയ്യുന്നത്? കരയരുത് ബിജി, കരയരുത്. ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരു സാധു സ്ത്രീ, ആ സാധു സ്ത്രീ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. ആ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത പാളയ്ക്ക് നിങ്ങൾ രാത്രിയിൽ തീയിട്ടു. ആ പാള കത്തിപ്പോയി, അതുപോട്ടെ. അതിനപ്പുറത്ത് ഈ വീട് പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. ആ പൂർണ്ണമായും അഗ്നിക്കിരയായ ഈ വീട് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അതും ബിജിയുടെ തലയിലേക്ക് വന്ന് വീഴില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കാം. എന്നിട്ടും ആ പാവ സ്ത്രീയോട് നിങ്ങൾ കൊടും ക്രൂരത കാട്ടി. എന്തായാലും ദൈവം നിങ്ങളോട് പൊറുക്കില്ല. ഈ സ്ത്രീയെ സഹായിക്കേണ്ടത് നമ്മുടെ മലയാളികളുടെ ഒരു കടമയായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ബൾക്കായിട്ട് പാള കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. എന്നിട്ട് നമുക്ക് അവർക്കത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമുക്കൊരുക്കാം. അവർ പിന്നോട്ട് പോകരുത്. അവർ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് നമ്മളാണ് അവർക്കൊരു സ്വാതന്ത്ര്യമേകേണ്ടത്, ഒരു സഹായഹസ്തം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പാള ആരെങ്കിലും സ്റ്റോക്ക് ചെയ്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിർമ്മാണ യൂണിറ്റൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് എന്നെ വിളിക്കണം. നമുക്കത് ബിജിക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാം. എന്തായാലും ബിജി സങ്കടപ്പെടരുത്. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മലയാളികൾ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. വലിയൊരു ഈ പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റായി ബിജിയുടെ ഈ സംരംഭം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ക്രൂരത ചെയ്തവർക്ക് ദൈവം ശിക്ഷ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.